റോസ്ലിൻ ഫ്രാങ്ക്ലിൻ. റിട്ടൺ ബൈ അശ്വതി ബാലചന്ദ്രൻ. കഴിവും അധ്വാനവും ഉണ്ടായിട്ടും തൻ്റെ കണ്ടെത്തൽ അപഹരിക്കപ്പെട്ടിട്ടും നിസ്സഹായ നിന്നുപോയ പ്രതിഭ. കാലം തെറ്റുതിരുത്തിയപ്പോഴേക്കും വൈകി കിട്ടിയ നീതി കാത്തുനിൽക്കാതെ 37 വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞവൾ. പെണ്ണിന് കടന്നുചെല്ലാൻ കഴിയാത്ത ഇരുണ്ട കാലമുണ്ടായിരുന്നു ഒരിക്കൽ ശാസ്ത്രലോകത്ത്. മേരി ക്യൂറിയെ പോലെയുള്ള ചിലർ അവിടെ കസേരയിട്ട് ഇരിപ്പുറപ്പിച്ചെങ്കിലും അന്നത്തെ ഇരുട്ടിൽ വീണുപോയ പലരുമുണ്ട്. ശാസ്ത്രലോകത്തെ ഏറ്റവും വലിയ ഒരു ചതിയെന്ന് വിളിക്കാവുന്ന, അല്ലെങ്കിൽ ന്യായീകരണങ്ങളും ഉപകഥകളും ഇന്നും നിരത്തപ്പെടുന്ന ഒരു കണ്ടെത്തലാണ് DNA-യുടെ ചുറ്റുകോവണി മാതൃക. ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ഇത് കണ്ടെത്തിയതിൻ്റെ പേരിൽ ഇന്നും ലോകം മുഴുവൻ അറിയപ്പെടുമ്പോൾ നോബൽ സമ്മാനം നേടിയപ്പോൾ ശാസ്ത്രം മനഃപൂർവ്വം മറന്നുപോയ പേരാണ് റോസ്ലിൻ ഫ്രാങ്ക്ലിൻ്റേത്. റോങ്ഡ് ഹീറോയിൻ, ദ ഡാർക്ക് ലേഡി ഓഫ് DNA, ദ ഫോർഗട്ടൺ ഹീറോയിൻ, ഫെമിനിസ്റ്റ് ഐക്കൺ, സിൽവിയ പ്ലാത്ത് ഓഫ് മോളിക്കുലാർ ബയോളജി എന്നെല്ലാം അറിയപ്പെടുന്ന റോസ്ലിൻ ലണ്ടനിലെ ഒരു ജൂത കുടുംബത്തിൽ 1920 ജൂലൈ 25-നാണ് ജനിച്ചത്. പഠനത്തിൻ്റെ ഭാഗമായി റോസ്ലിൻ എടുത്തതായിരുന്നു ഫോട്ടോ 51-ഉം ഫോം എയും. ജീവശാസ്ത്രത്തിൻ്റെ തലവര മാറ്റിമറിച്ച ഒന്നാണ് ഫോട്ടോ 51. അവിചാരിതമായി ഇത് കണ്ട വാട്സൺ ഇതിലെ സാധ്യത തിരിച്ചറിഞ്ഞ് DNA-യുടെ ഘടന കണ്ടെത്തുകയായിരുന്നു. കൽക്കരി വൈറസ് സംബന്ധിച്ച ഗവേഷണത്തിൻ്റെ പേരിൽ ഫ്രാങ്ക്ലിനെ തേടി അംഗീകാരങ്ങൾ വന്നെങ്കിലും DNA മോഡൽ വാട്സണും ക്രിക്കും സ്വന്തമാക്കി. 1958 വെറും 37 വയസ്സിൽ അണ്ഡാശയ അർബുദം ബാധിച്ചാണ് ഫ്രാങ്ക്ലിൻ അന്തരിക്കുന്നത്.